അപ്പോൾ ഈ വീട് നമ്മൾ റിനോവേഷൻ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. റിനോവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് മാറ്റി വീട്ടിൽ വരുന്നുണ്ട്, ഇതിൻ്റെ അകത്തും പുറത്തുമായിട്ട്. മെയിനായിട്ട് നമ്മൾ ആദ്യം വരുത്താൻ പോകുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ഇവർക്ക് സൗകര്യമില്ല, ചെറിയൊരു വർക്ക് ഏരിയ. അപ്പോൾ അതൊന്ന് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. ഇവിടെ ഒരു സ്ലാബ് ഉണ്ട്, ഈ നമ്മുടെ വേസ്റ്റ് ടാങ്കിൻ്റെ. ആ വേസ്റ്റ് ടാങ്കിൻ്റെ സ്ലാബ് ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗം അധികം കൂട്ടാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് ഷീറ്റ് ഇടുന്ന ലെവലിൽ വേണമെങ്കിൽ അങ്ങനെ കൂട്ടിയിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ആ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ സൺഷെയ്ഡിൻ്റെ ഇപ്പുറത്തും വരുന്ന വിധത്തിൽ ചെയ്യണം. അപ്പോൾ അത് രണ്ടും പറ്റാത്ത രീതിയിൽ, അതിന് രണ്ടിനും കോട്ടം വരാത്ത രീതിയിൽ നമ്മൾ ഇവിടെ ഒരു കല്ല് വെച്ച് സ്ലാബ് ആക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഭാവിയിൽ എപ്പോഴെങ്കിലും ഈ സ്ലാബ് എടുക്കണമെങ്കിൽ ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഏകദേശം 1 വർഷത്തിന് മുകളിലായി ഇവിടുത്തെ പണിക്കാരൻ അന്വേഷിച്ച് നടക്കും. ഈ ഒരു ഭാഗം എടുക്കാൻ വേണ്ടിയിട്ട് ആരും വരുന്നില്ല. കാരണം ഈ ഒരു കല്ല് പറിച്ചിളക്കണം, ഈ ഒരു പൈപ്പ് മാറ്റണം, ഇതൊന്ന് മുറിച്ച് വെക്കണം. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് ഈ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ഇവരുടെ പ്ലാനിൽ കോൺക്രീറ്റ് അല്ല, ഇവിടെ തറ കെട്ടിയതിന് ശേഷം കല്ല് വെക്കുക എന്നുള്ളതാണ് പ്ലാൻ ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഈ സ്ലാബ് ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു മാറ്റം വരുത്തിയതാണ്. ഇപ്പോൾ ഇത്രയും വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ ഇവിടെ കിട്ടുന്നില്ല. ആരും തന്നെ ചെറിയ വർക്ക് എടുക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല. ചെറുതെന്നല്ല വലുതായാലും എടുക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല. അവൻ പഠിച്ച കാര്യം മാത്രം ചെയ്യുക, അവൻ്റെ ആ റൂട്ട് മാത്രം പോകുക എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഇങ്ങനെ വർക്ക് ചെയ്യുന്നവരെ ഭാവിയിൽ നിലനിന്ന് പോയാൽ മാത്രമേ നിങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക്, ചെറിയ തലമുറയിലുള്ളവർക്ക് ഭാവിയിൽ ബംഗാളികളോട് പറഞ്ഞിട്ട് ഒരു വീടെടുക്കുന്ന സമയത്ത് ഘടിപ്പിക്കാൻ വേണ്ടി പറ്റും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ നാട്ടിൻ്റെ പോക്കുള്ളത്. അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനെങ്കിൽ ഉപകാരം ആവണമെങ്കിൽ ഇത്തരത്തിലുള്ള കുറച്ച് വീഡിയോസ് കൂടി ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ മൊബൈൽ കുത്തി പറിക്കുന്ന സമയത്ത് ഒന്ന് കണ്ടിട്ട് ഇതുപോലത്തുള്ള വർക്കിന് ചെയ്യുന്നവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കും കൂടി ചെയ്യുക. നമ്മളൊരു പ്ലാന് ചെയ്തിട്ട് എല്ലാ വർക്കും നമ്മൾ തന്നെ എടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഇത് ചെയ്യാൻ വേണ്ടി പോയെന്ന്. നമുക്ക് സ്ഥിരമായിട്ടൊരു ടീം ഉണ്ടെങ്കിലും അധികം ഒരു നിശ്ചിത ലിമിറ്റ് കഴിഞ്ഞിട്ട് നമ്മളെ വർക്കേഴ്സ് വരില്ല. അതുകൊണ്ട് നമ്മുടെ ടീമിലുള്ള ചെയ്യാൻ തയ്യാറായിട്ടുള്ള കുറച്ച് ആളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. അപ്പോൾ ചെയ്ത് വന്നിട്ടുള്ള എക്സ്പീരിയൻസ് മാത്രം വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ്, ചെയ്യിപ്പിച്ച എക്സ്പീരിയൻസും വെച്ചിട്ട് ചെയ്യുന്നതാണ്. അല്ലാണ്ട് നമ്മളെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള തൊഴിലാളികളല്ല. അപ്പോൾ ചെറിയ എന്തെങ്കിലും മണ്ടത്തരങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോയെന്ന് ആദ്യം മുറിച്ച് കളഞ്ഞിട്ട് ഇത് വർക്ക് നമ്മൾ ആരംഭിക്കുക. അപ്പോൾ 4-5 ബ്രിക്കാണ് നമ്മൾ വെക്കാൻ വേണ്ടി പോകുന്നത്. 4-5 ബ്രിക്ക് ഇനിയിപ്പം അകം ഇത്ര തന്നെ കിട്ടേണ്ടതുകൊണ്ട് ഇത്ര ഭാഗം കൂടി നമ്മൾ തേപ്പ് പൊട്ടിച്ചിട്ട് ഇവിടത്തേക്ക് കയറ്റുന്ന രീതിയിലാണ് ചെയ്യുക. ഇങ്ങനെ സി ഷേപ്പിൽ ആക്കിയെടുക്കും. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് നമ്മളിത് താഴ്ന്ന് സ്ലാബ് ആക്കുന്നതുകൊണ്ട് തന്നെ ഇതാദ്യം മുറിച്ച് കളയേണ്ടതായിട്ട് വരും. അപ്പോൾ എന്തായാലും പൊളിക്കുന്ന സമയത്ത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് മുറിക്കാം. അതല്ലെങ്കിൽ അതിന് മുന്നേ മുറിച്ചിട്ട് നമ്മൾ ഇവിടെ ഒരു വാൾവ് വെച്ച് കൊടുക്കും. ഇവിടെ വാൾവില്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മെയിൻ വാൾവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 കാര്യമായി, അങ്ങോട്ടുള്ള ലൈൻ ഇവർക്ക് ഓഫാക്കി കഴിഞ്ഞാലും ബാക്കിയുള്ളത് ഉപയോഗിക്കാനും പറ്റും. അതിന് ശേഷം നമ്മളിത് പൊളിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് കൂടി ഇങ്ങനെ മാറ്റിയിട്ട് ഒരു എൽബോ ഇട്ട് കൊടുക്കും. കഴിയുമെങ്കിൽ ഇവിടെ ഒരു വാൾവിൻ്റെ സ്പേസ് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു വാൾവ് കൊടുക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി പരിപാടി. അപ്പോൾ ആദ്യം ഇത് മുറിച്ചടക്കിയാൽ നീ. ഇത് മുറിച്ചിട്ടുണ്ട്. മുകളിലത്തെ കുറ്റി നമ്മൾ ഇപ്പം മുറിക്കുന്നില്ല. ചിലപ്പോൾ നമുക്ക് അതന്നെ സൂട്ടാക്കാൻ പറ്റുമെങ്കിൽ അതന്നെ എടുക്കാമല്ലോ. ഇതിൻ്റെ പുറകിലൊരു സംഭവം കൂടി ഒളിഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു പൈപ്പ് ഇങ്ങനെ നാട്ടിയിട്ടുണ്ടോ, കംപ്ലീറ്റ് പൈപ്പ് നാട്ടി മുകളിൽ ടയറും വെച്ചിട്ട് കുരുമുളക് നട്ടിട്ടുള്ളത്. പക്ഷെ കൂടി ക്ലോസ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. നല്ലൊരു സിസ്റ്റമാണ്, കൃഷി രീതി പരീക്ഷിക്കുന്നവർക്ക് പറ്റുന്ന ഒരു രീതിയാണ്. അപ്പോൾ സംഭവം പൊളിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ 4 ഇഞ്ച് നമുക്ക് താത്തിയിട്ട് വേണം ചെയ്യാൻ വേണ്ടി. കാരണം ഈ മാർബിൾ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇരുന്ന് ടൈലിടുന്ന സമയത്ത് ലെവലിൽ കിട്ടണം.
അത് മാത്രമല്ല ഇവിടുന്ന് ഒരു 2 ഇഞ്ച് പൊക്കി വേണം. നമ്മൾ ഇവിടുന്ന് ചെയ്യുന്ന സമയത്ത് ലെവലിൽ പോയി പിന്നെ ഇവിടെ 2 ഇഞ്ച് പൊക്കണം. കാരണം വെള്ളം അങ്ങോട്ടേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടി. പിന്നെ അതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുള്ള ഇതാ വെക്കുക, ക്യാബിനോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 ഇഞ്ച് താഴ്ത്തിയിട്ട് തന്നെ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ശേഷം ഈ ലെവലിൽ പോകണം. മതി മതി. സംഭവം കട്ട് ചെയ്ത് 4 ഇഞ്ച് നമ്മൾ താഴ്ത്തി, 4 അല്ല 5 ഇഞ്ചോളം താഴ്ത്തിയിട്ടുണ്ട്. ഇനിയിപ്പം ഇതിൽ കോൺക്രീറ്റ് ചെയ്യണം. കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ പൈപ്പ് മാറ്റെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ അത് തൊടുന്നില്ല. കാരണം ഇപ്പോൾ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് പണിയാവും. കാരണം ഇത് കളച്ച് അപ്പുറത്തെ കൂടെ എടുക്കണം. ഇതിൻ്റെ അടിയിലെ കൂടി എടുക്കുന്ന സമയത്ത് എപ്പോഴും മെയിൻ്റനൻസ് വരികയാണ്, പൊട്ടിപ്പോയോ എന്തെങ്കിലും അകത്തേക്ക് ഇടുന്ന സമയത്ത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ പണിയായി പോകും. അപ്പോൾ ഏതായാലും ഇതൊക്കെ സ്ലാബൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പുറത്തേക്ക് കൂടി ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് മാത്രമല്ല കിച്ചണ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ അവർക്ക് കിച്ചണ് യൂസ് ചെയ്യാൻ കഴിയില്ല. നമ്മളിപ്പം തന്നെ റെഡിയാക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ എല്ലാവരും കൂടി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ദിവസം നടക്കില്ല. അപ്പോൾ അതും കൂടി കണക്കിലെടുത്തിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടൊരു ലൈൻ ഇട്ടിട്ടുണ്ട്. ആ ലൈനിൽ നമ്മൾ തൂക്കിട്ടിട്ട് ഇവിടത്തേക്ക് എടുത്ത് അവിടുന്ന് അപ്പോൾ കിട്ടിയ അളവ് എന്ന് പറഞ്ഞാൽ 25 ഇഞ്ചാണ് ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് 3 ഇഞ്ച് ഇടാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ 3 ഇഞ്ചിന് 1.5 ഇഞ്ച് ഇങ്ങോട്ടേക്ക് വലിച്ചിട്ട് നമ്മൾ ഗ്രിൽസ് ഫിറ്റ് ചെയ്യുക. അപ്പോൾ ഏകദേശം ഒരു 4.5 ഇഞ്ച് ഈ ഗ്യാപ്പ് കിട്ടും. അപ്പോൾ നമ്മളിവിടെ അടിക്കുന്ന ഗ്രിൽസിൻ്റെ മുകളിൽ തന്നെയാണ് നേരിട്ട് ഷീറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഷീറ്റിൽ നിന്ന് നല്ല ഉറപ്പും കിട്ടും. നമുക്ക് ആ ഒരു വെള്ളം അകത്തേക്ക് കൂടുന്ന ആ ഒരു പ്രശ്നം കൂടി ഒഴിവാക്കി കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു കല്ലിടാൻ വേണ്ടിയിട്ട് താഴെ കിളച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ഈ സ്ലാബിൻ്റെ മാത്രമല്ല ഇതിൻ്റെ അടിയിൽ കൂടി ഒരു ക്ലോസറ്റിൻ്റെ ഒരു 4 ഇഞ്ചിൻ്റെ ഒരു പൈപ്പും കൂടി പോകുന്നുണ്ട്. എന്തായാലും ഇവിടെ കല്ല് വെച്ചിട്ട് ഫില്ല് ചെയ്യൽ നടക്കാത്ത കാര്യം തന്നെയാണ്. ചെയ്യുന്നുണ്ടെങ്കിൽ സ്ലാബേ നടക്കും. അത് ഏതായാലും നമ്മൾ ആദ്യമേ അങ്ങനെ തന്നെ പ്ലാൻ ചെയ്തതിന്. പിന്നെ ചെറിയൊരു ഡൗട്ട്, നമുക്ക് അത്രയല്ലേ വരുന്നുള്ളൂ, ഇത് ഫില്ല് ചെയ്താൽ പോരെ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെ ഏതായാലും തീരുമാനിച്ചു. കല്ലിടാൻ വേണ്ടി പോയി ഇതിന്. അപ്പോൾ കല്ലിടാൻ വേണ്ടി പോയി എന്ന് മുകളിലോട്ട് വരുന്നത് നല്ലതും താഴോട്ടുള്ളത് കുറച്ച് മോശമുള്ളത് നോക്കിയിട്ട് ഇടുന്നു. സ്പില്ലറോട് അങ്ങനെ രണ്ടാമത്തെ കല്ലിടാൻ വേണ്ടി പോയി എന്ന്. എടാ നല്ലത് മോശം ഇട്ടാ പോരെ, ഇതിട്ടാ പോരെ. അപ്പോൾ കല്ലിട്ടിട്ടുണ്ട്. നമ്മൾ കുറച്ച് വെള്ളം നനച്ചു കൊടുക്കുന്നത് സെറ്റാകാൻ വേണ്ടി. നന്നായിട്ട് ഗ്യാപ്പിലെല്ലാം മണ്ണ് പോകുന്ന വിധത്തിൽ കുറച്ച് നിറച്ച് കൊടുക്കുക. നമ്മൾ കൈയോടെ പണിയെടുക്കുന്നതാണ്. ഒരു ദിവസം സെറ്റാക്കാൻ വേണ്ടി വെക്കുന്നില്ല. ഏതായാലും ഈ സ്ലാബ് വരുന്നതുകൊണ്ട് അതിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം അതിൽ തന്നെ നമുക്ക് സപ്പോർട്ട് ആവുമല്ലോ. ഈ ഒരു സ്റ്റെപ്പ് വരുന്നത് ഈ കണക്കിന് എടുക്കുന്നത്. അപ്പോൾ മാത്രമേ നമുക്ക് ഈ ഗ്രിൽസിൻ്റെ ഈ കണക്കിന് ഇങ്ങനെ കിട്ടും, സി ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ ഇവിടെ ഒരു ഗ്യാപ്പ് വരും. അപ്പോൾ ഇതിന് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു കട്ടറിനെ കൊണ്ട് ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സിമെൻറ്റ് പൊടി കുറച്ച് വെള്ളം നനച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട്
ഈ ഒരു ഭാഗം ലെവലാക്കിയിട്ടുണ്ട്. അതിനുശേഷം വാട്ടർ ലെവൽ ചെയ്തിട്ട് ഇവിടെ ഒരു മാർക്കിങ് ഇട്ട് കൊടുക്കും. ഇനി ആ കണക്കിനാണ് നമ്മളിങ്ങനെ കല്ല് വെച്ച് പോവുക. അപ്പോൾ നമ്മളിവിടെ ഒരു കല്ലും വെച്ചിട്ടുണ്ട്. പക്ഷേ ഫൗണ്ടേഷൻ അത്ര സ്ട്രോങ് അല്ല. നിങ്ങൾ കണ്ടതല്ലേ, പൈപ്പ് പോകുന്നതുകൊണ്ട് നമുക്ക് താക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കമ്പി കുറച്ച് കയറ്റം കിട്ടാൻ വേണ്ടി ഇവിടെ തുരന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കമ്പി അകത്തേക്ക് കൂടി കയറ്റി കൊടുക്കും. അപ്പോൾ മെയിൻ റോഡ് ഇങ്ങനെ വരും. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സ്ട്രോങ് ആയിട്ട് ഇതിൻ്റെ അകത്ത് 2 എണ്ണം വരുന്നത് തന്നെ സെറ്റാക്കി കൊടുക്കും. അപ്പോൾ നല്ല സ്ട്രോങ് ആവും. കല്ല് വെച്ച് കഴിഞ്ഞു. പരമാവധി ഇവിടുന്ന് പൊളിച്ച കല്ലിനെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെതായ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം ഹൈറ്റ് കണക്കാക്കാൻ വേണ്ടി നമ്മൾ ആ ഉറപ്പുള്ള കല്ലെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല, പൊളിഞ്ഞു പോകുന്നു. അപ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള കല്ലായതുകൊണ്ട് നമുക്ക് കാപ്പിലറി ആക്ഷൻ വഴി വെള്ളം വലിഞ്ഞിട്ട് സോഫ്റ്റ് ആയതാണ്. അതായത് ഇവിടെ ഈർപ്പം ശരിക്കും എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന കല്ലായതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പൊളന്നിട്ട് അത് മുകളിൽ വെച്ച് പിടിക്കിയത്. ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ സമയത്ത് കുറച്ച് മെനക്കെടായിരിക്കും. പിന്നെ നമ്മളൊരു കാറിലാണ് സാധനങ്ങളും ടൂൾസെല്ലാം എടുത്തിട്ട് വന്നത്. അതുകൊണ്ട് തന്നെ പലകയൊന്നും കൊണ്ടുവന്നില്ല. ഇവിടുന്ന് കിട്ടുന്ന പലക വെച്ചിട്ടാണ് ചെയ്യുന്നത്. എൻ്റെ ഇവിടത്തേക്ക് ഇതിനായിട്ടൊരു പലക ഉണ്ടല്ലോ, കുറച്ച് മെനക്കെട്ട പരിപാടിയായിരിക്കും. അപ്പോൾ ഇങ്ങനൊരു പലക അടിച്ചു കൊടുത്തിട്ട് സാധാരണ ബാക്കിയുള്ള നമ്മൾ കോൺക്രീറ്റിന് എങ്ങനെയാണോ അടിക്കുന്നത് ആ ഒരു രീതിയിൽ ചെറിയൊരു കല്ലൊക്കെ വെച്ച് ചെറിയൊരു സിമ്പിളായിട്ടുള്ളൊരു സപ്പോർട്ട് കൊടുത്തിട്ട് ചെയ്യാൻ വേണ്ടി പോകും. ഇവിടെ ഉള്ള ഈ ഒരു പലകയും പിന്നെ ഒരു ഷീറ്റിൻ്റെ ഒരു കഷ്ണമുണ്ട്. ഇവിടെ സൺഷെയ്ഡ് പണിയെടുക്കുന്ന സമയത്ത് പണ്ട് ബാക്കിയായി, അതും ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നു. ഇവിടെ ആദ്യം തന്നെ ബാക്കിലൊരു പലക അടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു പലകൻ്റെ കനം താഴ്ത്തിയിട്ട് ഇത് കല്ല് ലെവൽ കണക്കാക്കിയിട്ട്. ഇപ്പോൾ ഇവിടെ ആണി അടിക്കുക, അതിനുശേഷം സ്പീഡ് ലെവൽ വെക്കുക. സിമ്പിളായിട്ട് ചെയ്യുന്ന രീതി ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് ഇത്രേ ആവശ്യമുള്ളൂ. കാരണം ചെറിയ തട്ടിന് മാത്രമല്ലേ, പിന്നെ ഷീറ്റും കൂടി വരുന്ന സമയത്ത് കമ്പിയെല്ലാം വരുമ്പോൾ നല്ല സ്ട്രോങ്ങിൽ നിൽക്കും. അങ്ങനെ ഉള്ള പലക വെച്ച് ഏകദേശം ഈ ലെവലാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരു 2.5-1.5 ഒരു GP പൈപ്പ് വെച്ചു. അങ്ങനെ പലകി അടിച്ച് നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനിയിപ്പോൾ 10 mm ബാർ ഇങ്ങനെയും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ബാർ ഇങ്ങനെ ഇട്ട് കൊടുക്കും 8 mm. ഇനി കമ്പി മുറിക്കണം. കല്ല് വെച്ച് ബാക്കിയുള്ള സിമെൻറ്റ് വെച്ചിട്ട് ഇതിൻ്റെ സൈഡ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴോട്ടേക്ക് ഇതിൻ്റെ കോൺക്രീറ്റ് മിക്സ് പോകാൻ വേണ്ടിയിരിക്കാൻ വേണ്ടി. അഞ്ചിഞ്ച് ഗ്യാപ്പിലാണ് കമ്പി ഇട്ട് കൊടുക്കുന്നത്. നമ്മളെ മെയിൻ ബാർ 5, 10, 15, 20 അതുപോലെ തന്നെ ഇപ്പുറവും മാർക്ക് ചെയ്ത് കൊടുക്കും. അത് സ്ട്രൈറ്റ് കിട്ടും. അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. 6, 1 ഇഞ്ച് ഗ്യാപ്പ് ഇടണം. അതുകൊണ്ടാണ് ഫസ്റ്റ് 6 എടുത്തത്. ഒന്ന്, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16 മെയിൻ ബാർ ഉണ്ടാവും. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ബാർ വരുന്നത് സാധാരണ നമ്മൾ 6 ഇഞ്ച് ഗ്യാപ്പിൽ സാധാരണ ഇടുമ്പോൾ തന്നെ ഇടുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ കമ്പി കെട്ടാൻ വേണ്ടി പോയെന്ന്. കമ്പി കെട്ടിയിട്ട് M20 മിക്സ് വേണോ, M24 വേണോ, 25 വേണോ അങ്ങനെയൊന്നുമില്ല. സ്ലാബും ഇതും അടിയിൽ ചെറിയ ഇത് ലോഡ് മാത്രം വരുന്നതുകൊണ്ട് അധികം സ്ട്രോങ് അല്ലാത്ത രീതിയിലുള്ളൊരു മിക്സ് ചെയ്താൽ മതി. കാരണം ഇതല്ല എംസാൻഡോ അല്ലെങ്കിൽ പീസാൻഡോ ഒന്നുമല്ല നമുക്ക് കിട്ടിയിട്ടുള്ളത്. സാധാരണ നമ്മളെ ക്രഷർ വേസ്റ്റാണ് കിട്ടിയിട്ടുള്ളത്. ക്രഷർ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വരുന്ന പൊടിയില്ലേ, ആ പൊടിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഡ്രൈ ആയി പോവുക. നമ്മൾ എത്ര നല്ല മിക്സ് ഉണ്ടാക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. വെള്ളം അറിയുന്നതൊക്കെ പറ്റൂ. അതിപ്പോൾ നാളെ വന്നിട്ടാകുമ്പോൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് അവിടെ ഒരു വാളവും വെച്ച് അതിലെ കൂടി ആക്കി തരും നമ്മൾ. പിന്നെ ഇതാണുള്ളത് ബാക്കി കട്ട വെപ്പ്, അതൊന്നും നാളെ എടുക്കാൻ കഴിയും, ഇന്ന് എടുക്കാൻ കഴിയില്ല.
ചെറിയൊരു പൈസൻ്റെ ആണല്ലോ. അങ്ങനെ കമ്പി കെട്ടിക്കഴിഞ്ഞു, വെള്ളം നനച്ചിട്ടുണ്ട്. നമ്മൾ കോൺക്രീറ്റിൻ്റെ മിക്സിങ് തുടങ്ങി. അങ്ങനെ കോൺക്രീറ്റ് ഏകദേശം കംപ്ലീറ്റ് ആയി. അവസാന ഭാഗത്ത് ഇടാൻ വേണ്ടി പോയി. ആണോ സൂപ്പർവൈസറെ, കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? ഓക്കെ, സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ ഇതിലുള്ളത് AC ബ്ലോക്ക് വെക്കൽ, പിന്നെ അതിന് ശേഷം ഈ ഗ്രിൽസ് നമ്മൾ ഇവിടുന്ന് മുറിച്ചതിൻ്റെ മുകളിൽ വെക്കണം, പിന്നെ ഈ 2 സൈഡ് ബ്ലോക്ക് ആക്കണം. പിന്നെ കിച്ചണിൻ്റെ വർക്കുണ്ട്. കിച്ചണിൻ്റെ സ്ലാബ് ഉണ്ടാക്കിയിട്ട് റെഡിമെയ്ഡ് എടുത്ത് വെക്കുന്ന രീതിയിലുള്ള അലൂമിനിയത്തിൻ്റെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ മാർബിളിൻ്റെ പീസ് ഉണ്ട്, അതെടുത്ത് വെക്കുന്ന രീതിയിലാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഇത് ഇവിടെ നമ്മളിപ്പോൾ ഒരു ബ്ലോക്ക് ഇങ്ങനെ പൊക്കിയിട്ടാക്കുമെന്ന് പറഞ്ഞത് നമ്മൾ ക്യാൻസലാക്കി. കാരണം ഇവിടുത്തെ മാർബിളിൻ്റെ ഒരു ഷീറ്റ് ഉണ്ട്, വലിയൊരു ഷീറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഷീറ്റ് തന്നെ നേരെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തന്നെ കണ്ടിന്യൂറ്റി കിട്ടുന്നുള്ളതുകൊണ്ട് അങ്ങനെ വെക്കാൻ തീരുമാനമാക്കിയത്. അതിൻ്റെ ബാലൻസ് ഇതിൻ്റെ മുകളിലിടാനും ഏകദേശം ഗ്യാസ് മാത്രമേ വെക്കുന്നുള്ളൂ. അപ്പോൾ മാർബിൾ തന്നെ വെച്ചാൽ മതിയോ, അങ്ങനെയുള്ളത്. അപ്പോൾ ഇതിന് നമ്മൾ ടോട്ടൽ സാധനം ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ 4 ലെങ്ത്ത് കമ്പി, 2 8-ൻ്റെതും 2 10-ൻ്റെതും, പിന്നെ സിമൻറ്റ് 1 ചാക്ക് സിമൻറ്റ്, 10 കൊട്ട ജെല്ലി, 5 കൊട്ട പൂഴി, ഇത്രയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പാർട്ട് 2 നമ്മളിതിൻ്റെ AC ബ്ലോക്ക് വെക്കുന്നത് നമ്മൾ എടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്ലിസ് വെക്കുന്ന വിഭാഗം പറ്റിയിട്ടുണ്ടെങ്കിൽ സാഹചര്യമെല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ഈ വീഡിയോനെ പറ്റി പറയാനുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ആവും.